ആമുഖമായി തന്നെ പറയട്ടെ, ഇതിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല. മരണത്തെയും ആത്മാക്കളെയും കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നവർ ഇന്നുമുണ്ട്. വിശ്വാസമുള്ളവരുടെ ഉള്ളിൽ പാടിപ്പതിഞ്ഞ ഒരു കൂട്ടം കഥകൾ. ഈ കഥകളാണ് റിയൽ സ്റ്റോറികളായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആത്മാക്കളിലും പ്രേതങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് ഇന്നും ഇത്തരം കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത്തരം കഥകൾ കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ദോഷമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഈ കഥ രണ്ടുപേരുടെ അനുഭവമാണ്. വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ഒരു പഴം കഥ പോലെ കേട്ടിരിക്കാം. പോകാം കഥയിലേക്ക്. നിദ്ര. ഇതാ മോനെ, ഒരു ശിഷ്യ. ആ എടാ മോനെ, എന്തേ? നിലവിൽ നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ വർക്ക്ഷോപ്പ് നിലവിൽ തകർന്ന് തരിപ്പണമായന്. ഓ, നിലവിൽ ഈ പ്രസ്ഥാനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണം നീയാണ്. എടാ, ആ നീ കേൾക്കുന്നുണ്ടോ? ഒന്നും മിണ്ടാതിരിക്കാശനെ. നിലവിൽ നമ്മുടെ ചിട്ടിപ്പേസ അടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനും നിലവിൽ കാരണം നീയാണ്. ഓ, മനസ്സിലായോ? നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടേ. അതായത് ശരിക്കും നിലവിൽ നീ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനം നശിപ്പിച്ച് കുഴിച്ച് കുളം തോണ്ടിയനെ. ആര്? ഞാൻ തന്നെ. ആ, ആശാൻ നല്ല ഫിറ്റാട്ടോ. ആശാൻ എത്ര ഫിറ്റാണെങ്കിലും വീട്ടിൽ പോവും. അതറിയാമോ മോനെ? ഓ, അറിയാമേ. പക്ഷേ നിലവിൽ ഞാനിപ്പോ ഫിറ്റല്ല. അത് നിന്ന് ആടുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി, ചെറുക, നിലവിലൊരു ഫുള്ളടിച്ചാലും അച്യുതൻ ആടില്ല, പാടില്ല, ആടാൻ പാടില്ല. ശരിയാ, നടക്കാനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ആശാൻ ആടില്ല. അതൊന്ന് ആടാതെ നിന്ന് പറയാവോ? എന്താ ആശാനെ, നിനക്കൊരു പെഗ് വേണോ? അയ്യോ വേണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ തരും. എടാ, നിലവിൽ നീ കുടിക്കരുത്. ഓ, കുടിച്ചാലേ നശിക്കും. നീ കുടിക്കണ്ട കേട്ടോ, ചങ്ക് വാടിപ്പോവും. ആ, ഫസ്റ്റ്. ടച്ചിങ്സ് ആന്ന് പറഞ്ഞ് ഗ്രീസ് ഒന്നും എടുത്ത് തന്നേക്കല്ലോ കേട്ടോ, പറഞ്ഞേക്കാം. അതായത് ശരിക്കും നിലവിൽ, എൻ്റെ ആശാനെ, ഒരു ദിവസം ആശാൻ ഈ നിലവിൽ എന്ന വാക്ക് എത്ര പ്രാവശ്യം പറയും എന്താണെന്നറിയില്ല. പണ്ട് തൊട്ടേ ഞാൻ നിലവിൽ എപ്പോഴും അറിയാതെ പറഞ്ഞു പോകും. പിന്നെ നിലവിൽ ഈ പണി തീർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് പോവാൻ. എന്നാ നിലവിൽ ഇത് കഴിഞ്ഞു. നിന്റെ കാര്യം നമുക്ക് പോകണ്ടേ? എങ്ങോട്ട്? എങ്ങോട്ടാണോ? ഒറ്റ അടി വെച്ചെന്നാണല്ലോ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന്. ഇന്നിനി പോകണോ ആശാനെ? എൻ്റെ ദൈവമേ, നീ ദൈവകോപം വരുത്തി വയ്ക്കും. നമ്മൾ ഇന്നലെ തീരുമാനിച്ചതല്ലേ, അതോർത്തല്ലേ ഞാൻ ഇത്രയും കുടിച്ചത്. പിന്നെ ഇപ്പൊ പോണം തന്നെ ഇത്ര നിർബന്ധം? ഈ മേടിച്ചു ചേർന്ന സാധനമൊക്കെ ആരടിക്കും?
ഇത് കണ്ടോ, നീ ഈ സാധനമെല്ലാം എന്നെ കുടിച്ച് എന്നെ നീ നശിപ്പിക്കുമോ? ഇത് 2 അടിച്ചിട്ട ഉത്സവ പറമ്പിൽ കൂടെ ലഞ്ചൊല്ലുന്ന ചെല്ല കിളികളെ കളിക്കാനായിട്ട് കൊതിച്ചതൊക്കെ വെറുതെ ആണോ? നീ ഈശ്വരശാപം വരുത്തി വെക്കുവോ? ഏ ഓ ഇനിയിപ്പം മടുത്താശാനെ. നീ 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 കൂടുതലൊന്നും പറയണ്ട. ഇതാ നിലവിൽ 7 മണിയായി. നീ വാ. ഇനി കുളിച്ചിട്ടൊക്കെ എപ്പോഴാ ആശാനെ? ചെറുക്ക, എടാ അവിടെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ 10-11 മണിയാവും. നമുക്കിപ്പോഴേ പോയിട്ട് കാര്യമില്ല, പതിയെ പോയാൽ മതി. ആ അല്ല ആശാനെ, പോകാൻ വണ്ടി വേണ്ടേ? ശ്ശേ, എടാ ജീപ്പുണ്ടെന്ന്. ഇപ്പോഴോ? ആ, ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. 8 മണി വരെ നിലവിൽ അങ്ങോട്ട് വണ്ടിയുണ്ട്. ഡാ, ഊ, നമുക്ക് പോവാടാ. വല്ലപ്പോഴും ഒരു ഉത്സവം കൂടാ മോനെ. ദേ, ഇനി നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ശപിക്കും. ആ, വയ്യ, ഞാൻ വരുന്നില്ല. എൻ്റെ ദേവി, നിന്റെ ആശാൻ വഴി വീണു പോയാലോ? അതിനാശാൻ ജീപ്പിലല്ലേ പോകുന്നത്? അതെ, ജീപ്പിൽ നിന്ന് തെറിച്ചു പോയാലോ? എടാ മോനെ. ആശാനെ, ഇനി കുളിച്ചൊരുങ്ങി എപ്പോൾ പോകാനാ? മടുത്തു. ദേ, നമ്മൾ നേരെ പോകുന്നു എൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് പുഴയിൽ പോയി കുളിക്കാം. എന്നിട്ട് അത്താഴം കഴിച്ച് നേരെ അമ്പലത്തിലേക്ക്. എന്തു പറയുന്നു? അല്ല ആശാനെ, ഇപ്പം പെട്ടെന്നല്ലല്ലോ, ഇനി മണിക്കൂറുകളുണ്ട്. അച്യുതൻ വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. ഉയർത്തി നിർത്തിയ ജീപ്പിന്റെ അടിയിൽ നിന്നും ആനന്ദു പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞോ? കഴിഞ്ഞ ആശാനെ, കയ്യിൽ പറ്റിയ ഓയിലും കരിയും പേസ്റ്റ് ഉപയോഗിച്ച് വൃത്തിയാക്കി. അച്യുതൻ കയ്യിലിരുന്ന ഗ്ലാസ് കാലിയാക്കി. അനന്തു അച്യുതനെ നോക്കി. ഇനിയും വലിച്ചു കയറ്റിക്കോ, താങ്ങാൻ ആളുണ്ടല്ലോ. നീ വരും, എനിക്കറിയാം. അറിയാം, അതുകൊണ്ടാണല്ലോ. അയ്യോ, ഇത് ഈ കുപ്പി മുഴുവൻ തീർത്തോ? നീ എന്തുവാടാ ഈ പറയണേ? മുഴുവൻ തീർത്താൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് നിലവിൽ ഞാൻ അതിൻ്റെ പകുതി എടുത്ത് കോള മിക്സ് ചെയ്തു. അത് കണ്ടോ? അച്യുതൻ ടീഷർട്ട് ഉയർത്തി കാണിച്ചു. അരക്കെട്ടിൽ വെച്ചിരിക്കുന്ന കുപ്പികളിലേക്ക് അനന്തു അതിശയത്തോടെ നോക്കി. ഹാ, വയറൊട്ടി ഇരിക്കുന്നോണ്ട് ഒരുപാട് സ്ഥലമുണ്ട്. 2 കുപ്പിയും കൂടെ വെക്കാമല്ലോ. വാടാ ചെറുക്ക, പോവാന്ന്. കൈകാലുകൾ വൃത്തിയാക്കി വേഷം മാറി അനന്തു വർക്ക്ഷോപ്പിന്റെ വാതിലടച്ചു. ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല, എടുത്തിട്ടുണ്ട്. കള്ളുകുപ്പിയുടെ കാര്യമല്ല പറഞ്ഞത്. ലൈറ്റ് അണച്ച് താക്കോൽ സുരക്ഷിതമായി വെച്ച് ആശാനെ വാ. അവർ നടന്നു. വഴിയിൽ ഇരുട്ടി വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. കടകൾ പലതും അടച്ചു തുടങ്ങി. സാധാരണ 7 മണി വരെയാണ് ജീപ്പുകൾ സർവീസ് നടത്തുന്നത്. ഭാഗ്യം. അകലെയായി പച്ചക്കറികൾ വിൽക്കുന്ന കടയ്ക്ക് മുന്നിൽ ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ട്. മലയുടെ ഉയർന്ന പ്രദേശത്താണ് അച്യുതേട്ടൻ്റെ വീട്. അങ്ങോട്ടേക്ക് ബസ് സർവീസ് ഇല്ല. പോകാനും വരാനും ആളുകൾ ആശ്രയിക്കുന്നത് ജീപ്പുകളെയാണ്. അതുകൊണ്ട് തന്നെ ഉത്സവവും പള്ളിപ്പെരുന്നാളും ഒക്കെയുള്ള സമയത്ത് വൈകിയും ട്രിപ്പ് ജീപ്പുകൾ ഉണ്ടാകും. മലയുടെ മുകളിലെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. വലിയ ജനത്തിരക്കൊന്നുമില്ലാത്ത ഒരു ചെറിയ ക്ഷേത്രം. അവിടുത്തുകാർക്ക് വലിയ ആഘോഷമാണത്. അവിടുത്തെ ഉത്സവത്തിന് പോകണമെന്ന് പണ്ടെങ്ങാണ്ട് പറഞ്ഞതാണ്. അതോർത്ത് വെച്ചിട്ടാണ് ഈ നിർബന്ധം പിടിക്കുന്നത്. വാന്നേ. ജംഗ്ഷൻ വിജനമായിക്കൊണ്ടിരുന്നു. രാമനെ, നിലവിൽ നീ ഇവിടെ നിൽക്കുക. ഞാൻ കുറച്ച് പലഹാരം മേടിച്ചോണ്ട് വരാം. അച്യുതൻ തൊട്ടടുത്ത കടയിലേക്ക് കയറി. അനന്തു അങ്ങോട്ട് നോക്കി നിന്നു. ആശാനെ, ദേ വണ്ടി പോണ്. ദേ വണ്ടി പോണെന്ന്. അവർ കൂകി വിളിച്ച് ജീപ്പിന് പിറകെ ഓടി. ജീപ്പ് മുന്നോട്ട് കുതിച്ചുപോയി. പിന്നിലെ ചുവന്ന ലൈറ്റുകൾ ഇരുളിൽ ഇല്ലാതായി. അച്യുതൻ കടയിൽ നിന്നിറങ്ങി ആടി അനന്തുവിനരികിലേക്ക് വന്നു. ആശാനെ, വണ്ടി പോയി. പോട്ടറാ, ഇതൊക്കെ എന്നാ ഉണ്ടായത്? അപ്പോൾ ഇനി നമ്മളെങ്ങനെ പോകും? സാരമില്ല, വേറെ വണ്ടി കാണും, അല്ലെങ്കിൽ
നമ്മൾ നിലവിൽ നടക്കും. ആശാനെ 4 കിലോമീറ്റർ നടക്കാനോ? നിലവിൽ ഈ വണ്ടി ഇല്ലാത്ത കാലത്ത് നമ്മളെങ്ങനെ ജീവിച്ചിരുന്നത്? അതുപോലെ തന്നെ പോയാൽ മതി. എളുപ്പ വഴി എനിക്കറിയാം. ഒരമണിക്കൂർ മതി നമുക്കെത്താൻ പറ്റും. നീ നിലവിൽ ഇത് പിടിച്ചേ. കയ്യിലെ പ്ലാസ്റ്റിക് കവർ അനന്തുവിന് നേരെ നീട്ടി. അച്യുതൻ അരയിൽ നിന്നും കോള മിക്സ് ചെയ്ത മദ്യം വായിലേക്ക് കമഴ്ത്തി. ആ, മതി ആശാനെ. ഇനി 3-4 കിലോമീറ്റർ നടക്കാനുണ്ട്. നിങ്ങളെയും ചുവന്ന് നടക്കേണ്ടി വരുമോ? അത് തന്നെ വർത്താനമല്ല നീ പറയണേ. ആശാൻ മറിയില്ലടാ. ആശാൻ ഇതുവരെ മറിഞ്ഞിട്ടില്ല, ഇനിയും മറിയുകയില്ല. നീ എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ. എനിക്ക് എളുപ്പവഴി അറിയാം. അത് ആശാനല്ലേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ലല്ലോ. അല്ല, അതെ, എങ്ങനെ പോവും? വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടോ? ഉണ്ടടാ. കയ്യിലിരുന്ന 2 മെഴുകുതിരികൾ ഉയർത്തി കാണിച്ച് അച്യുതൻ പറഞ്ഞു. ഫാസ്റ്റ്. ഇതിൻ്റെ വെട്ടത്തിലാണോ 3-4 കിലോമീറ്റർ പോകാൻ പോണേ? എൻ്റെ ആശാനെ, നിങ്ങൾ എന്തായി കാണിക്കണേ? ഈ കുഞ്ഞിത്തിരിയും കൊണ്ട് എന്തെടുക്കാനാ? നീ വാടാ ചെറുക്ക. നിലവിൽ ഈ വെട്ടം മതി. അച്യുതൻ മുന്നിൽ നടന്നു. അനന്തു കുറച്ചു നേരം ആലോചിച്ചു നിന്നു. തിരിഞ്ഞു നിന്ന് അയാൾ അവനെ കൈമാടി വിളിച്ചു. നീ വാടാ വെച്ചേ. ഇങ്ങനെ എന്തോ ഈ കാണിക്കുന്നു, ചുമ്മാ ഓരോ ഭ്രാന്ത്. പിറുപിറുത്തുകൊണ്ട് അനന്തു നടന്നു. കുറേ ദൂരം പോകാനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. നിനക്ക് പേടിയുണ്ടല്ലേ? അനന്തു ഒന്നും മിണ്ടിയില്ല. ആടിയാടി നടക്കുന്ന അച്യുതൻ്റെ ചുവടുകളിൽ ശ്രദ്ധയോടെ നോക്കി. അയാൾ നടക്കുകയാണ്. ചെരുപ്പുകൾ ടാറിന് മുകളിൽ ഉരയുന്ന ശബ്ദം. ദൂരെ കുരിശുപള്ളിയിലെ വെളിച്ചം കാണാൻ കഴിയുന്നുണ്ട്. അതിനടുത്തുകൂടിയാണ് ആ വഴി. ആരോ കത്തിച്ചു വെച്ച മെഴുകുതിരി നാളങ്ങൾ കാറ്റിൽ പാറിക്കളിക്കുന്നു. അതിനു മുന്നിലേക്ക് എത്തിയ അച്യുതൻ കർത്താവേ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. കാറ്റ് വീശുന്നുണ്ട്. കൊളുത്തിവെച്ച തിരികൾ പലതും അണഞ്ഞു പോയിരിക്കുന്നു. അച്യുതൻ കയ്യിലിരുന്ന മെഴുകുതിരിയിൽ ഒരെണ്ണം കത്തിച്ചു. ആഹാ, ഇതിവിടെ കത്തിച്ചു വെച്ചാൽ നമ്മളെങ്ങനെ പോവും? മിണ്ടരുത്. അച്യുതൻ മെഴുകുതിരി അവിടെയുള്ള സ്റ്റാൻഡിൽ ഉറപ്പിച്ചു വെച്ച് തിരുസ്വരൂപത്തിലേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ കർത്താവേ, 2 തിരി എടുക്കുവാണേ. അത്യാവശ്യം ആയതുകൊണ്ടാ. നാളെ തരാം. അണഞ്ഞിരുന്ന വലിയ 3 തിരികൾ അയാൾ സ്റ്റാൻഡിൽ നിന്നും അടർത്തിയെടുത്തു. ആശാനെ, അത് വേണോ? ആരുടെയോ നേർച്ചയാ, അതവിടെ വെക്കേ. ഷേ, ആരുടെ നേർച്ചയാണെങ്കിലും നിലവിൽ ആ വട്ടം കർത്താവിന് ആവശ്യമില്ല. അതാണ് കെട്ടുപോയത്. മനസ്സിലായടാ? വാ. കത്തിച്ച മെഴുകുതിരി വലത് കൈ വിരലുകൾക്കിടയിൽ തിരുകി. മുന്നിലേക്ക് കൈ തിരിച്ചു പിടിച്ച് ഇരുട്ടിലേക്ക് അയാൾ നടന്നു കഴിഞ്ഞു. വാടാ. ചേട്ടാ നിൽക്കേ. അനന്തു പിന്നാലെ ഓടിയെത്തി. ആശാനെ, കട്ടെടുത്ത മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പോയ കർത്താവ് പണി തരുവേ? പിന്നെ കർത്താവിന് അതല്ലേ പണി. വേറെ ഒരുപാട് പേരുടെ കാര്യം നോക്കാനുണ്ട്. നീ വാട ഇറക്കാം. ഇരുട്ടിലൂടെ മങ്ങിയ വെളിച്ചത്തിൽ അവർ നടന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വേച്ചു വീഴുവാൻ പോകുന്ന അച്യുതനെ പിന്നിൽ നിന്ന് പിടിച്ചു നിർത്തി അനന്തു പിന്നാലെ നടന്നു. നല്ല കയറ്റവാ. ആശാനെ തള്ളിക്കയറ്റേണ്ടി വരുമോ? ചെറിയ ഒറ്റയടി പാതയാണ്. വളഞ്ഞു കയറി വരുന്ന റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർവഴി. ഇടയ്ക്കിടയ്ക്ക് റോഡിൽ കയറി, പിന്നെ വീണ്ടും കുറുക്കുവഴിയിലൂടെ. ഇത് എതിലെയാ പോകുന്നത്? വല്ല വെളിവുണ്ടോ? ആശാനെ. അച്യുതൻ മൂളുക മാത്രം ചെയ്തു. കുന്നിൻ മുകളിലേക്ക് നീണ്ടു കിടക്കുന്ന ഇരുവശവും കുറ്റിച്ചെടികൾ നിറഞ്ഞ ഒറ്റയടി പാതയിലൂടെയാണ് അവരുടെ സഞ്ചാരം. കാറ്റിൽ ആടിയുലയുന്ന മെഴുകുതിരിയുടെ പ്രകാശത്തെ ഉരുളൻ കല്ലുകളും കുഴികളും നിറഞ്ഞ വഴിയിലൂടെ അവ നടക്കുകയാണ്. സൂക്ഷിച്ച്, എന്തിരുട്ടാ. നിനക്ക് പേടിയാണല്ലേ? ചുറ്റും കട്ട പിടിച്ച ഇരുട്ടാണ്. തിരിഞ്ഞു നോക്കാൻ ഭയം തോന്നിയ അനന്തു മുന്നിലെ നേരിയ പ്രകാശത്തിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല. കുന്നിൻ മുകളിലേക്ക് കയറിയെത്തിയ കുറുക്കുവഴി അവസാനിക്കുന്നിടത്ത് അല്പം നിരന്ന ഒരു സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. കശുമാവുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. അച്യുതൻ കയ്യിലിരുന്ന പലഹാരപ്പൊതികൾ
അനന്തൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പോക്കറ്റിൽ പരതിയെടുത്ത ബീഡി ചുണ്ടിൽ വെച്ച് മെഴുകുതിരി കൊണ്ട് കത്തിച്ചു. കുറച്ചു നേരം ഇവിടെ നിൽക്കാം, മടുത്തു. അവിടെ നിന്നും അനന്തു താഴേക്ക് നോക്കി. ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നു. കടന്നു വന്ന വഴികളിൽ താഴെ അങ്ങിങ്ങായി വിളക്കുകൾ മിന്നുന്നതായി തോന്നി. ബീഡിപ്പുക മുകളിലേക്ക് ഊതിക്കൊണ്ട് അച്യുതൻ നിൽക്കുകയാണ്. മെഴുകുതിരി ഏകദേശം അണയാറായിരുന്നു. അർദ്ധചന്ദ്രൻ പരത്തിയ ചെറുവെളിച്ചത്തിൽ തലയ്ക്ക് മുകളിൽ പടർന്നു നിൽക്കുന്ന കശുമാവിൻ്റെ ശിഖരം വലിയ നിഴലായി പടർന്നു നിൽക്കുന്നു. ഇലകൾ ചെറുകാറ്റിൽ ഉലഞ്ഞുകൊണ്ടിരുന്നു. പോകാം, തിരിയുടെ വെടി തീരാറായി. ബീഡി വലിച്ചെറിഞ്ഞ് മെഴുകുതിരി അനന്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, ഒന്ന് മൂത്രം വയ്ക്കട്ടെ. അച്യുതൻ കശുമാവിൻ്റെ ചൂട്ടിലേക്ക് നീങ്ങി നിന്നു. അരയിൽ നിന്നും കുപ്പിയെടുത്ത് ഒരു കവിൾ മദ്യം അയാൾ അകത്താക്കി. ഇപ്പം തന്നെ ഓവറാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് കുടിച്ചാൽ പോരെ? ഞാനിപ്പോൾ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും കിടന്ന് പണ്ടേ ഓഫായാനെ. പിന്നെ ഞാൻ ബൾബല്ലേ, അങ്ങനെ ഒന്നുമില്ലടാ. ആശാൻ വീണുപോയ ഈ ഇരട്ടത്ത് ഞാനെന്ത് ചെയ്യും? അതാ എൻ്റെ പേടി. പേടി. അച്യുതൻ തിരിഞ്ഞു നിന്നു. ദേ, ഈ തലയ്ക്ക് മുകളിലെ വലിയ കൊമ്പ് കണ്ടോ? ഇരുണ്ടു നിൽക്കുന്ന മരക്കൊമ്പിലേക്ക് അനന്തു തലയുയർത്തി നോക്കി. കണ്ടു. ഇതിലാണ് മല്ലിക തൂങ്ങിച്ചത്തത്. കൈവിരലുകളിലേക്ക് ഉരുകി ഒഴുകി വീണ മെഴുകിൻ്റെ ചൂട്. അനന്തു കൈ കുടഞ്ഞു. വെളിച്ചം അണഞ്ഞു. വെട്ടം പോയല്ലോ. അച്യുതൻ വീണ്ടും തീപ്പെട്ടി പരതി. അനന്തു ഭയത്തോടെ മുകളിലേക്ക് നോക്കി. കശുമാവിൻ്റെ ശിഖരങ്ങൾ മങ്ങിയ ചന്ദ്രപ്രകാശത്തിൽ ഇരുണ്ടു നിന്നു. അച്യുതൻ തീപ്പെട്ടി ഉരച്ചു. കാറ്റിൽ അത് അണഞ്ഞുപോയി. നാശം. രണ്ടാമത്തെ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കൈകൾ കൊണ്ട് മറച്ചു പിടിച്ച്, തിരി എവിടെ? അനന്തു മെഴുകുതിരി അയാൾക്ക് നേരെ നീട്ടിയെങ്കിലും നോട്ടം മരത്തിൻ്റെ കൊമ്പുകളിൽ തന്നെയായിരുന്നു. കാറ്റിൽ അതിൻ്റെ ഇരകൾ കറുത്ത നിറത്തിൽ ആടിയുലഞ്ഞു. അവനെ ചെറുതായി വിറയ്ക്കുവാൻ തുടങ്ങി. ഭയം ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂട്ടുന്നു. നീ പേടിക്കണ്ട, ഞാൻ എന്നും വരുന്ന എതിരെയല്ലേ? മല്ലിക പാവാടാ. അയാൾ കത്തിച്ച മെഴുകുതിരി തറയിൽ ചെറിയ കല്ലിന് മുകളിൽ ഉറപ്പിക്കാനുള്ള ശ്രമമാണ്. അല്ല, ഇവിടെ നിൽക്കാൻ പോകണോ? അനന്തു ഭയത്തോടെ അച്യുതനെ നോക്കി. അച്യുതൻ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ തിളങ്ങി. സംഭവം ഞാൻ പറയാം. നോക്ക, ഈ കൊമ്പില് മുടി അഴിച്ചിട്ട് കണ്ണു തുറച്ച് നാവ് പുറത്തേക്ക് നീട്ടി. ഒരുമാതിരി പരിപാടി കാണിക്കരുത്. നിങ്ങൾ വെള്ളം അടിച്ച് പെരുത്തിരിക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ബോധമില്ലല്ലോ. ഞാൻ കണ്ട കാര്യമല്ലേ പറഞ്ഞത്. ഈ പാതിരാത്രി പറയാൻ നിങ്ങൾക്ക് വേറൊന്നുമില്ലേ? നടക്കാൻ. ചുമ്മാ നീ എന്തുകൂടെ ഈ പറയുന്നത്? ഞാനല്ലേ നിന്റെ കൂടെ. ഇങ്ങോട്ട് വരാൻ. കല്ലിൽ നിന്നും മെഴുകുതിരി ഇളക്കിയെടുത്ത് കുറച്ചു നേരം മരക്കൊമ്പിലേക്ക് നോക്കി നിന്ന ശേഷം അച്യുതൻ അനന്തുവിൻ്റെ പിന്നാലെ നടക്കുവാൻ തുടങ്ങി. ചെറിയ പാതയിലൂടെ കയറ്റം കയറി അവർ ടാറിളകി പൊളിഞ്ഞ റോഡിലേക്ക് കയറി. നീ എന്താ ഒന്നും മിണ്ടാത്ത? മിണ്ടിയാച്ചാലും മതി. റോഡിൻ്റെ എതിർവശത്തായി കിടക്കുന്ന മറ്റൊരു വഴി ചൂണ്ടിക്കാട്ടി അച്യുതൻ പറഞ്ഞു. നേരെ കയറിയ ഒരു 20 മിനിറ്റ് വീട്ടിലെത്തും. അയാൾ ആ വഴിയിലേക്ക് കയറി. അത് ഒരു റബ്ബർ തോട്ടമായിരുന്നു. ചെറിയ കാറ്റ് വീശി. മെഴുകുതിരി വീണ്ടും അണഞ്ഞു പോകാതിരിക്കുവാൻ അയാൾ കൈകൾ കൊണ്ട് അത് മറച്ചു പിടിച്ചു. ഇത് പിടിക്ക്, ഞാനിപ്പോൾ വരാം. അല്ല, ആശാൻ എങ്ങോട്ടാ? അതെ, ഇത് നോക്കിയേ. തീപ്പെട്ടി എടുത്ത് അയാൾ തുറന്നു കാണിച്ചു. ഇത് തീരാറായി. തിരികെട്ട പ്രശ്നമാണ്. നിലവിൽ നീ ഇത് പിടികെ. അയാൾ റബ്ബർ മരത്തിന് ചുവട്ടിലേക്ക് പോയി. അവിടെ നിന്നും ഒരു ചിരട്ട എടുത്തുകൊണ്ട് തിരികെ വരികയാണ്. ചിരട്ടയുടെ അകത്ത് ഒരു വശത്ത് തിരി ഉറപ്പിച്ചു വെച്ചു. ഇനി ഇത് കെടുകല. ചിരട്ട മുന്നിലേക്ക് തിരിച്ചു പിടിച്ച് നടക്കുവാൻ തുടങ്ങി. അനന്തു തിരിഞ്ഞ് താഴേക്ക് സൂക്ഷിച്ചു നോക്കി. താഴെ ഇരുളിൽ കശുമാവുകൾക്കിടയിൽ മുടിയഴിച്ചിട്ട ഒരു കറുത്ത നിഴൽ നിൽക്കുന്നുണ്ടോ? അയാൾ കണ്ണുകൾ ചിമ്മി തുറന്നു. എന്നിട്ട് ധൈര്യം സംഭരിച്ച് അവിടെ നിന്നും വേഗം നടന്നു. ഉയർന്ന കൽപ്പടവുകൾ കയറി വീണ്ടും പ്രധാന റോഡിലൂടെ അവർ നടന്നു.
ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ നിന്നും പുറത്തു വന്നു. അല്പം അകലെയായി റബ്ബർ തോട്ടത്തിലൂടെ താഴേക്ക് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മറ്റൊരു വഴി അരണ്ട വെളിച്ചത്തിൽ കാണാം. അതുവഴി അനന്തവും അച്യുതനും താഴേക്കിറങ്ങി. വീടിന് പിന്നിലേക്കാണ് ആ വഴി. ഓടുമേഞ്ഞ ഒരു ചെറിയ വീടാണ്. അവിടെ ഒരു ബൾബ് മങ്ങി കത്തുന്നുണ്ട്. ചുറ്റി വളഞ്ഞ് വീടിന് മുന്നിലെത്തി. താഴെ പുഴയുടെ ശബ്ദം കേൾക്കാം. ഉയർത്തിക്കെട്ടിയ മുറ്റത്തിന് നടുവിലൂടെ താഴേക്ക് ചെറിയ കൽപ്പടവുകളുണ്ട്. അമ്മേ, അച്യുതൻ ഉറക്കെ വിളിച്ചു. അമ്മ! മറുപടിയൊന്നുമില്ല. വാതിൽ പൂട്ടിയ നിലയിലാണ്. കെടുത്തി വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ അടിയിൽ നിന്നും അച്യുതൻ താക്കോലെടുത്തു. ഭാഗ്യം, അമ്മയൊക്കെ അമ്പലത്തിലേക്ക് പോയെന്നാ തോന്നുന്നത്. അയാൾ വാതിൽ തുറന്ന് അകത്തു കയറി. മുറ്റത്ത് നിന്ന് അനന്തു ചുറ്റും നോക്കി. തലയുയർത്തി നിൽക്കുന്ന റബ്ബർ മരങ്ങൾ. ആ കനത്ത ഇരുട്ടിലേക്ക് വീടിൻ്റെ പരിസരത്തു നിന്നും മങ്ങിയ പ്രകാശം പരന്നു കിടപ്പുണ്ട്. കയറി വാടാ. അനന്തു അകത്തേക്ക് കയറി. ആദ്യം വല്ലതും കഴിക്കാം. കൈ കഴുകിക്കോ. അടുക്കളയിൽ കമിഴ്ത്തി വെച്ചിരുന്ന പാത്രങ്ങൾ നിവർത്തി വെച്ചുകൊണ്ട് അച്യുതൻ പറഞ്ഞു. പാത്രങ്ങളിലേക്ക് ചോറ് വിളമ്പി അനന്തന് നേരെ നീട്ടി. എന്നിട്ട് കുപ്പിയിൽ നിന്ന് ഒരു കവിൾ മദ്യം അയാൾ വായിലേക്ക് കമിഴ്ത്തി. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. ആശാനെ, ആരാ ആദ്യം കണ്ടത്? എന്ത്? അതെ, തൂങ്ങി മരിച്ച. നീ ശരിക്കും പേടിച്ചല്ലേ? പിന്നെ തൂങ്ങി മരിച്ചു കിടന്ന മരക്കൊമ്പൊക്കെ കാണിച്ചു തന്നാ അതും ഇരട്ടത്ത് പേടിക്കുകയല്ലേ? അത് നിലവിൽ തൂങ്ങി മരിച്ചതെന്ന് പറയുന്നു, ഒന്നതെന്ന് പറയുന്നു. അതെന്താണെന്നോ ഏതാണെന്നോ ആർക്കും അറിയത്തില്ല. നീ കഴിക്കട ഇറക്ക. ആശാൻ അതിൽ വരാൻ പേടിയൊന്നുമില്ലേ? ഇല്ല. ഊണ് കഴിഞ്ഞ് അവർ എഴുന്നേറ്റു. അയാൾ പാത്രം കഴുകി വെച്ചു. ഒപ്പം അനന്തു. അച്യുതൻ ഒരു ബീഡി ചുണ്ടുകൾക്കിടയിൽ തിരുകി. അമ്മയൊക്കെ പോയത് നന്നായി. പൂസായിട്ട് വന്നു കയറിയ വഴക്ക് പറയാൻ അത് മതി. അലമാരയിൽ നിന്നും തോർത്തെടുത്ത് അനന്തുവിന് നേരെ നീട്ടി. ദാ ദാ കുളിക്കാൻ. കസേര വലിച്ചിട്ട് അയാൾ വരാന്തയിലിരുന്നു. കുറച്ചു നേരം ഇരുന്നിട്ട് കുളിക്കാം. ദൂരെ നിന്നും ചെണ്ടമേളത്തിൻ്റെ അലയൊലികൾ കാറ്റിൻ്റെ ഒപ്പം ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് അനന്തു കസേരയിലിരുന്നു. സമയം കടന്നുപോയി. ആശാൻ വീണ്ടും കുടിക്കാൻ പോവാണോ? ഇപ്പം ആവശ്യത്തിനുള്ളതായില്ലേ? ഇവിടെ ഇത് തീർക്കണോടാ. അമ്മ വേണ്ട പ്രശ്നമാണ്. ബാക്കി വന്ന മദ്യം അയാൾ വായിലേക്ക് വീണ്ടും കമിഴ്ത്തി. കുപ്പി അവിടെ നിന്നും തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. വാതിൽ ചാരി ചെറിയ ടോർച്ച് തെളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. നീ അവിടുത്തെ പുഴ കണ്ടിട്ടില്ലല്ലോ? വാ, വെള്ളമൊക്കെ കുറവാ. നിലവിൽ മുങ്ങിക്കുളിക്കാനുള്ള സ്ഥലമുണ്ട്. അയാൾ മുറ്റത്തു നിന്നും പടികളിറങ്ങി. പിന്നാലെ അനന്തുവും. താഴേക്കിറങ്ങും തോറും വീടിന് മുറ്റത്തെ വെളിച്ചം മറഞ്ഞുകൊണ്ടിരുന്നു. അല്പം കൂടി താഴെ ഇറങ്ങിയപ്പോൾ അനന്തു തിരിഞ്ഞു നോക്കി. മുറ്റത്തു നിന്നും ചിതറിത്തെറിക്കുന്ന പ്രകാശം മാത്രം കാണാം. അവർ വീണ്ടും താഴേക്കിറങ്ങി. അവർക്ക് മുന്നിലൂടെ മുരണ്ടുകൊണ്ട് എന്തോ പാഞ്ഞുപോയി. ടോർച്ച് വഴിയുടെ വശത്തേക്ക് മിന്നിച്ചുകൊണ്ട് അച്യുതൻ നിന്നു. അവിടെ കണ്ണുകൾ തിളങ്ങി നിൽക്കുന്ന വലിയൊരു എലിയെ അനന്തു കണ്ടു. അച്യുതൻ ഒരു കല്ലെടുത്ത് അതിന് നേർക്കെറിഞ്ഞു. വഴിയോട് ചേർന്ന് പുല്ലുകൾ ഉയർന്നു നിറഞ്ഞ ചെറിയൊരു മൺതിട്ട. ഇവിടെ എല്ലാം പൊത്തുണ്ടാക്കിയോ പോകുന്നത്? ഇതെല്ലാം മാന്തൂന്നേ. ദേ, ഇവിടെയാണ് എൻ്റെ അച്ഛൻ്റെ കുഴിമാടം. അച്ഛനെ ഇവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന്. ഒരാന്തലോടെ അനന്തു ഞെട്ടി. താൻ നിൽക്കുന്നത് ഒരു കുഴിമാടത്തിനരികിലാണ് എന്ന തിരിച്ചറിവ് അനന്തുവിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. വാസനെ പോവാം. നീ നിൽക്കടാ. നീ പേടിക്കേണ്ടതേ. അങ്ങനെ പേടിക്കാനാണെങ്കിൽ ഞാൻ എന്തോരം പേടിക്കണം. പണ്ടൊരു ദിവസം രാത്രി
നീ കേക്ക് ആശാനെ വാ പോവാം. നീ കേക്ക്, നീ ഇവിടെ നിൽക്കുക. പേടി പോകണമെങ്കിൽ ഇവിടെ നിൽക്കണം. പണ്ടൊരു ദിവസം രാത്രി ഞാൻ ഭയങ്കര പൂസായിട്ട് വീട്ടിൽ വന്നു. അമ്മ എന്നെ തല്ലി ഓടിച്ചു. ഞാൻ ഓടി ഇറങ്ങിയത് ഇങ്ങോട്ടാ വന്നത്. ഇതേ കാണുന്ന വേര് തട്ടി കമഴ്ന്നടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വീണു. ഇതിനു മുകളിലോ? അതെന്ന് ഇവിടെ ഈ കുഴിമാടത്തിൻ്റെ മുകളിലേക്ക് കമന്നു വീണെന്ന്. എന്നിട്ട് ഞാൻ പേടിച്ചോ? ഇല്ല. അന്ന് ഞാൻ കേട്ടതാ ഈ മണ്ണിനടിയിൽ നിന്ന് അപ്പൻ കൂർക്കം വലിക്കുന്ന ശബ്ദം. ആശാനെ, സത്യം എൻ്റെ ചെവി കൃത്യമായിട്ട് ഞാൻ കേട്ടതാ. അമ്മയാണ് സത്യം. എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല കുറേ നേരത്തേക്ക്. അവിടെ കിടന്ന് ഞാൻ എണീക്കാൻ കുറേ നോക്കി. ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. ശരിക്കും ഒരാള് കൂർക്കം വലിക്കുന്ന ശബ്ദം. ഒരു തരത്തിൽ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, അച്ഛൻ കൂർക്കം വലിക്കുന്നുണ്ടെന്ന്. അമ്മ വിശ്വസിച്ചില്ല. പക്ഷെ മോനെ, ഞാൻ കേട്ടതാടാ അച്ഛൻ അവിടെ കിടന്ന് കൂർക്കം വലിക്കുന്നു. ഞാൻ കേട്ടതാണ്. ആശാൻ അവരൊന്നും വലിച്ചു കയറ്റിയിട്ട് ഒരുമാതിരി പരിപാടി കാണിക്കരുത്. ഞാൻ കുറെ നേരമായിട്ട് പറയാം, ഞാൻ സ്വബോധത്തോടെയാണ് നിൽക്കുന്നത്. ആശാൻ അടിച്ച് പൂക്കുറ്റിയ ഓരോ വർത്താനം പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കും. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഇങ്ങേരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? നീ അല്ലേ ചോദിച്ചത് ആശാനെ പേടിയില്ലാത്ത എന്താന്ന്? നിലവിൽ ഞാൻ നടന്ന കാര്യം പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ നീ അവിടെ ചെന്ന് ചെവി വെച്ച് നോക്ക്. ഇത് മനുഷ്യന്റെ ഉള്ള ജീവൻ കളയാനേ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഇത്. നമുക്ക് കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകണ്ടേ? പോണം. വാ ഇങ്ങോട്ട്. അച്യുതന്റെ കൈ പിടിച്ച് വലിച്ച് അനന്തു നടന്നു പുഴക്കരയിലേക്ക്. വെള്ളം തീരെ കുറവാണ്. പാറകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്ന ചെറിയ കുളം പോലെയുള്ള സ്ഥലത്ത് നിലാവിൽ വെള്ളി പോലെ വെള്ളം തിളങ്ങി. നിലവിൽ നീ ആദ്യം കുളിച്ചോ. ഇപ്പം പെട്ടെന്ന് കുളിച്ചാൽ കെട്ടുവിട്ടുപോകും. ബാക്കിയുള്ളവനെ പേടിപ്പിച്ച് കൊല്ലാനായിട്ട്. അരയ്ക്കൊപ്പം വെള്ളമേ ഉള്ളൂ. വെള്ളത്തിലേക്ക് ഇറങ്ങി അനന്തു മുങ്ങിക്കയറി. സോപ്പ് വേഗം കുളിച്ച് കയറിക്കോ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മിണ്ടരുത്. പുതിയ കഥയായിരിക്കും. ഞാനൊന്ന് കുളിച്ചോട്ടെ. ഓ, ഞാൻ മിണ്ടുന്നില്ലേ? അച്യുതൻ തോർത്തെടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി. കുളിച്ചു കയറിയ അനന്തു തല തുവർത്തിക്കൊണ്ട് ചെറിയ പാറയുടെ മുകളിൽ ഇരുന്നു. ഒന്ന് മുങ്ങിക്കയറിയപ്പോൾ നല്ല സുഖം. നല്ല തണുത്ത വെള്ളം. എന്നും ഇങ്ങനെ കുളിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ? വലിയ ഭാഗ്യമൊന്നുമില്ല. അതെന്താ? അമാവാസി ദിവസം ഈ കടവിൽ വന്ന വിവരം അറിയും. അങ്ങനെ വന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത്? ഇവിടെ ഒരു പെണ്ണ് മുടി അഴിച്ചിട്ട് പാറപ്പുറത്തിരിക്കുന്നു. അനന്തു ഭീതിയോടെ ചുറ്റും നോക്കി. എവിടെ? നീ ഇരിക്കുന്ന പാറയുടെ മുകളിൽ. അയ്യോ! അനന്തു പാറയിൽ നിന്നും താഴേക്ക് ചാടി. പേടിക്കണ്ട, കറുത്തവാവനാണല്ലേ കുഴപ്പമുള്ളൂ. അതുകൊണ്ട് കറുത്ത വാവൻ ആരും ഇങ്ങോട്ട് വരാറില്ല. എന്തൊരു കഷ്ടമെന്ന് നോക്കണേ. ഇതെന്നെ ചേത്താങ്കോട്ടയാ. എവിടെ തിരിഞ്ഞാലും മുടി അഴിച്ചിട്ട് പ്രേതം. ഒന്നും മിണ്ടാതിരിക്കേ. നീ ചോദിച്ചപ്പോഴല്ലേ ഞാൻ പറഞ്ഞേ. വാ പോകാം. അവർ തിരികെ പോകുമ്പോൾ അനന്തു മുന്നിൽ നടന്നു. പിന്നാലെ അച്യുതനും. ആരാധ്യം പറയും, ആരാധ്യം പറയും. മിക്കവാറും ഇപ്പം ഞാൻ തന്നെ പറയും. കുഴിമാടത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ അനന്തുവിൻ്റെ ഹൃദയമിടിപ്പ് അയാൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. വൈകാതെ വീട് പൂട്ടി താക്കോൽ നിലവിളക്കിനടിയിൽ വെച്ച് അവർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഉത്സവത്തിന് ശേഷം അവിടേക്ക് തിരിച്ചു പോകുന്ന കാര്യം അനന്തുവിനെ അസ്വസ്ഥനാക്കി. അച്യുതൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അയാൾ അതൊന്നും കേട്ടില്ല.
വൈകാതെ ഉത്സവപ്പറമ്പിലേക്ക് അവർ എത്തിച്ചേർന്നു. ഭഗവതിയുടെ മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോൾ അയാൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവമേ, എത്രയും പെട്ടെന്ന് നേരം വെളുക്കണേ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ കഴിയണേ. ഉത്സവ പരിപാടികൾ അവസാനിച്ചു. അനന്തു വാച്ചിലേക്ക് നോക്കി. സമയം 1:45. അയാൾ ആലിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. വച്ചേ, വാ പോവാ. അയാൾ മെല്ലെ എഴുന്നേറ്റു. എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ക്ഷേത്ര പരിസരം വിജനമായി. ഇത്ര വേഗം ഇതെല്ലാം അവസാനിക്കുമെന്ന് കരുതിയില്ല. തിരികെ പോരുമ്പോൾ അയാളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി. എന്തുവാടാ, വലിയ ആലോചനയാണല്ലോ. ഏയ്, ഒന്നുമില്ല. ഉള്ളിലെ ഭയം ഒളിപ്പിച്ചു. പക്ഷേ വീടിനോട് അടുക്കും തോറും അനന്തുവിൻ്റെ ഭയം വർദ്ധിച്ചു. ഒരു യന്ത്രം പോലെ അയാൾ അച്യുതനെ അനുഗമിച്ചു. വീടിൻ്റെ ഒരു വശത്തെ ചെറിയ മുറി തുറന്നിട്ടുകൊണ്ട് അച്യുതൻ പറഞ്ഞു, നീ എവിടെ കിടന്നോ? എല്ലാവരും നല്ല ഉറക്കമാ. മുറ്റത്ത് നിന്നുകൊണ്ട് അനന്തു താഴേക്ക് നോക്കി. ബൾബിൻ്റെ വെളിച്ചത്തിൻ്റെ പരിധിക്കപ്പുറം കട്ട പിടിച്ച് ഇരുട്ട്. അനന്തു മുറിക്കുള്ളിലേക്ക് കയറി. ചെറുതാണെങ്കിലും വൃത്തിയുള്ള മുറി. കിടക്കവിരിക്ക് നല്ല സുഗന്ധം. നിനക്ക് കുടിക്കാൻ വെള്ളം വേണോ? ഏയ് വേണ്ട. ആശാൻ പിന്നെ അടിച്ചോ? അതാ കൂട്ടായി നിർബന്ധിച്ചപ്പോൾ. എന്നാൽ ശരി, രാവിലെ കാണാം. അച്യുതൻ പുറത്തേക്ക് പോയി. അനന്തു വാതിൽ ചാരി കുറ്റിയിട്ടു. അച്യുതൻ്റെ ചുവടുകൾ അകന്നു പോകുന്ന ശബ്ദം കേൾക്കാം. അകത്ത് എവിടെയൊക്കെയോ വാതിലുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതുമായ ശബ്ദം കേട്ടു. താമസിക്കാതെ എല്ലായിടവും നിശബ്ദമായി. മുറിയിലെ ലൈറ്റ് അണച്ച് അയാൾ കിടന്നു. കിടക്കയോട് ചേർന്ന് മങ്ങിയ ചില്ലുകളുള്ള ജനാലയിലൂടെ പുറത്തെ ബൾബിൻ്റെ വെട്ടം കടന്നു വരുന്നുണ്ട്. അനന്തു മച്ചിലേക്ക് നോക്കിക്കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. അനന്തു കണ്ണുകൾ തുറന്നു. ദൂരെ എവിടെയോ ഒരു ശബ്ദം കേൾക്കാം. ഒരു മുരൾച്ച പോലെ. അയാൾ തിരിച്ചറിഞ്ഞു. ആരോ കൂർക്കം വലിക്കുന്നത് പോലെയാണത്. ആശാനായിരിക്കും. പെട്ടെന്ന് അച്യുതൻ പറഞ്ഞത് അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. കുഴിമാടത്തിനടിയിൽ നിന്നും കേട്ട ശബ്ദം. ഒരുപക്ഷെ അത് ഇതായിരിക്കുമോ? ഭയത്തിൻ്റെ തണുപ്പ് കാലുകളിലേക്ക് അരിച്ചു കയറുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. ഒരിക്കലുമല്ല, ഇത് ആശാൻ തന്നെയായിരിക്കും. അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ആ ശബ്ദം കേൾക്കുന്നത് തൻ്റെ മുറിയുടെ ജനാലക്കരികിൽ നിന്നാണെന്ന് ഉൾക്കിടിലത്തോടെ അയാൾ തിരിച്ചറിഞ്ഞു. അതെ, ആ ശബ്ദം അടുത്തടുത്ത് വരികയാണ്. പുതപ്പ് മൂക്കിനൊപ്പം താഴ്ത്തി ശ്വാസം പോലും അമർത്തി അടുത്തടുത്ത് വരുന്ന ആ ശബ്ദത്തെ ശ്രദ്ധിച്ച് അയാൾ ജനാലയ്ക്ക് നേരെ നോക്കിക്കിടന്നു. ഈ ഭിത്തിക്കപ്പുറം എന്തോ ഒരു മുരൾച്ചയോടൊപ്പം മങ്ങിയ ജനലിൻ്റെ ചില്ലുകളിലേക്ക് ഒരു നിഴൽ തെളിഞ്ഞു വരുന്നത് കണ്ട് അയാളുടെ കൈകാലുകൾ മരവിച്ചു. ഒരു കൈപ്പത്തിയുടെ നിഴൽ ജനലിൽ പതിഞ്ഞു. അതിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു. ഉറക്ക നിലവിളിക്കുവാൻ ശ്രമിച്ചെങ്കിലും അനന്തുവിൻ്റെ ശബ്ദം പുറത്തു വന്നില്ല. ഭയം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയ സമയം. മുറിയിലെ പഴയ ക്ലോക്ക് ഉച്ചത്തിൽ മുഴങ്ങി. ജനലിൻ്റെ നേരെ നിന്ന രൂപം പിന്മാറി. ശബ്ദം അകന്നുപോയി. ഒപ്പം കൽപ്പടവുകൾ ഇറങ്ങുന്ന ശബ്ദം കേൾക്കാം.
ദൂരെ നിന്നും എന്തൊക്കെയോ വിചിത്ര ശബ്ദങ്ങൾ. അനന്തുവിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ദാ ചെറുക, എണീക്ക്. അവൻ ഞെട്ടിയുണർന്നു. വാ, കാപ്പു കുടിക്കാം. ദാ. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി അവൻ ആ വീടിന് ചുറ്റും നടന്നു. താൻ കിടന്ന മുറിയുടെ ജനലും പരിസരവും പരിശോധിച്ചു. അയാൾക്ക് അവിടെ നിന്നും കാൽപ്പാടുകളോ മറ്റെന്തെങ്കിലുമോ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? നല്ല ഉറക്കമായിരുന്നല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറിയാ അത്. അച്ഛൻ്റെ മുറിയാ. ഏത്? ഇതോ? ആ, വാ, സമയം കളയണ്ട, കുളിക്കാം. പുഴയിലേക്ക് നടക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴും അയാൾ ആ കുഴിമാടത്തിന് നേരെ നോക്കി. ആഹാരം കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ മുറ്റത്തു നിന്ന് ഒരിക്കൽ കൂടി താഴേക്ക് നോക്കി, ആ മൺകൂനയിലേക്ക്. ഇനി ഒരിക്കലും താൻ ഇവിടേക്ക് വരില്ല, അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. മോനെ, റോഡിൽ നിന്നോ, ജീപ്പ് വരും, അച്യുതൻ പറഞ്ഞു. പതിയെ നടക്കാം, ജീപ്പ് വരുമ്പോൾ കയറാം. കൈവീശിക്കാട്ടി അനന്തു വഴിയിലേക്ക് കയറി. തിരികെ നടക്കുമ്പോൾ അവൻ ചിന്തിച്ചു, മണ്ണിനടിയിൽ ഒരിക്കലും ഉണരാത്ത നിദ്രയിലാണ്ടുപോയ ഒരുപാട് പേരുണ്ടാവില്ലേ? പുറത്തെ ലോകവുമായി ബന്ധങ്ങൾ അറുത്ത് മണ്ണ് പുതച്ചു കിടക്കുന്ന അവർ കാണുന്നുണ്ടാവാം നമ്മളെ. ലോകമുറങ്ങുമ്പോൾ ഉറക്കമുണർന്ന് പഴയ ഓർമ്മകളുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതാവാം. ഒരുപക്ഷെ അയാൾ അവിടെയായിരിക്കും ഇപ്പോഴും ഉറങ്ങുന്നത്. ഹോണടിച്ച് ജീപ്പ് പാഞ്ഞു വന്നു. അനന്തു കൈനീട്ടി. ഇനി ഒരിക്കലും താനിവിടേക്ക് വരില്ല.